നമസ്കാരം. ഇന്ത്യയിലെ ഒരു കർഷകനും അമേരിക്കയിലെ കർഷകനും തമ്മിൽ കണ്ടിട്ടുള്ള പ്രകടമായിട്ടുള്ള വ്യത്യാസം ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ കാര്യത്തിലും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ കാര്യത്തിലുമൊക്കെയാണ്. ഇവിടെ കൃഷി മറ്റെല്ലാ കാര്യങ്ങളെയും പോലെ ഒരു ബിസിനസ്സാണ്. അതെങ്ങനെ ലാഭത്തിലാക്കണം എന്നവർക്ക് വ്യക്തമായ ധാരണകളുണ്ട്. ജനനന്മയ്ക്ക് വേണ്ടി കടം കയറി ആത്മഹത്യ ചെയ്ത കർഷകൻ്റെ കണ്ണീരുപ്പിൽ കലർന്ന കഥകളൊന്നും ഇവിടെ കേൾക്കാനില്ല. വ്യത്യസ്തമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് അവർ കൃഷി ലാഭകരമാക്കുന്നു. ഇന്ന് നമ്മൾ ന്യൂയോർക്ക് സിറ്റി ഏരിയ വിട്ടിട്ട് ന്യൂയോർക്കിലെ മനോഹരമായ ഗ്രാമപ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ ഒരു ഫാമിൽ 150 ഏക്കർ നടത്തി വരുന്ന മനോഹരമായ അവരുടെ കൃഷിത്തോട്ടം നമ്മൾ സന്ദർശിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ അവരുപയോഗിക്കുന്ന വ്യത്യസ്തമായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും നമ്മൾ നോക്കി കാണാൻ പോവുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഹൈവേകളും നഗരത്തിൻ്റെ കാപട്യവുമൊക്കെ വിട്ട് നൈർമല്യമുള്ള അമേരിക്കയിലെ ഗ്രാമങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഗ്രാമങ്ങളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ വീടുകൾക്ക് കുറേ കൂടെ കോമ്പൗണ്ടുകളുണ്ടാകും. ഇവിടെ സ്ഥലത്തിന് സിറ്റികളെ അപേക്ഷിച്ച് വിലക്കുറവാണ്. ഗാർബേജ് ബാഗുകളും മെയിൽ ബോക്സുകളും റോഡിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്നത് കാണാം. നമ്മുടെ വീട്ടിലൊക്കെ പോസ്റ്റ്മാന് വീടിനടുത്തേക്ക് വന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന മെയിൽ ബോക്സിനകത്താണ് മെയിൽ ഇടുന്നത്. ഇവിടെ റോഡ് സൈഡിൽ തന്നെ വെച്ചിരിക്കും, അവിടെയാണ് ഇടുന്നത്. ചോളകൃഷിയാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പാടങ്ങൾ കാണുന്ന പോലെ ഇവിടെ ചോളത്തിൻ്റെ പാടങ്ങൾ ധാരാളം കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആപ്പിള്, മുന്തിരി, പിന്നെ ബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി അതുപോലുള്ള ബെറികളുണ്ട്. ഓരോ സീസൺ അനുസരിച്ചാണ് ഇതിന് വിളവെടുപ്പ്. മറ്റൊരു പ്രത്യേകത കണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കൃഷിപ്പാടങ്ങൾക്കിടയിൽ തന്നെ നമുക്ക് ഗോൾഫ് കോർട്ടുകൾ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ റോഡുകൾ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് റോഡുകളാണ്. ഇതാ നമ്മൾ ലോറൻസ് ഫാം ഓർച്ചിഡ്സിലോട്ട് എത്തിയിരിക്കുകയാണ്. എൻട്രൻസ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയയാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് വീക്ക് ഡേയ്സ് ആണ്, ഞങ്ങൾ വീക്കെൻഡ് അല്ല. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് കുറവായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ അമ്മു, ഇത് എന്തൊരു കയറ്റം ഇത്! ലോറൻസ് ഫാം എന്നാണ് ഇതിൻ്റെ പേര്. 30 വർഷമായി ഒരു ഫാമിൽ നടത്തിക്കൊണ്ട് വരുന്ന ബിസിനസ്സാണ്. 1892 ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറിയതാണ് ഇവരുടെ മുത്തച്ഛൻ. അങ്ങനെ ഇവിടെ വന്ന് ഈ ഫാമൊക്കെ തുടങ്ങി കഴിഞ്ഞ 30 വർഷമായി 3 ജനറേഷനായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിളവെടുപ്പ് സമയത്ത് ഇവിടെ പബ്ലിക്കിന് ഇവിടെ പ്രവേശനമുണ്ട്. വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഉണ്ട്. $7 എൻട്രൻസ് ഫീസ്. വീക്കെൻഡുകളിൽ അത് $10. നമ്മളിനിയും ഇവരുടെ തോട്ടത്തിനകത്തോട്ട് കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് നമ്മൾ പറിച്ചെടുക്കാൻ പോവുകയാണ്. യെസ്. Apples? Apple, what else you have? Okay, so what we have available for picking today is on the board behind me. There's apples, grapes and tomatoes. I have a YouTube channel. That's why she is Oh, taking the we're on video. Is that YouTube. okay? Is that Annie, okay? come say hi to YouTube. That's Annie, and I'm Fiona. Thank you. Enjoy. A lot of apples to pick. So we'll be picking up grapes and apple. Grapes and beautiful apples. grapes too. Yep. You'll smell them before you see them. Yeah, Oh, just okay. follow your nose. ഇങ്ങനെ ഒരു ബോക്സ് തന്നു. ഇത് ഗ്രേപ്സിനുള്ളതാണ്. ഇങ്ങനെ ഒരു ബാഗ് തന്നു. ഇത് ആപ്പിൾ പറിച്ചിടാനുള്ളതാണ്. പിന്നെ മറ്റൊരു ബാഗ് നമുക്ക് വെജിറ്റബിൾ, നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇവർ വളർത്തുന്ന പറിച്ചെടുക്കാനുള്ളതാണ്. നമ്മുടെ ഹൈറ്റിന് ഒപ്പിച്ച് നിൽക്കുന്ന ആപ്പിൾ മരങ്ങളാണ്. പല ടൈപ്പിലുള്ള ആപ്പിൾ മരങ്ങൾ. ആപ്പിൾ ഇങ്ങനെ വിളഞ്ഞ് നിൽപ്പുണ്ട്. പല ടൈപ്പിലുള്ള ആപ്പിളുകളാണ് ഇവിടെ എല്ലാം അതിൻ്റെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഐഡ റെഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആപ്പിളാണ്. അപ്പുറത്തെ എംപയർ എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് നിൽപ്പുണ്ട്. പലതും പല വലുപ്പത്തിലുള്ളതാണ്, പല രുചിയിലുള്ളതാണ്. ഇവിടെയാണ് ഗ്രേപ്സ് നിൽക്കുന്നത്. മുന്തിരി തോട്ടങ്ങളുള്ളത് ഇവിടെയാണ്. ഈ നിൽക്കുന്ന മൊത്തം ഐഡ റെഡ് എന്ന് പറയുന്ന ആപ്പിളാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തത് എംപയർ എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ്. കുറച്ചുകൂടെ ഡാർക്ക് കളറാണ്, ഡാർക്ക് റെഡാണ്. സൂപ്പറാണ്. മധുരവും പുളിയും കൂടി, അല്പം പുളിയിന് കൂടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ജോന ഗോൾഡ് എന്ന് പറഞ്ഞ് വേറൊരു സെക്ഷനാണ്, ആപ്പിളാണ് അപ്പുറത്തുള്ളത്. അല്പം കൂടെ ചെറുതാണ് ഈ ടൈപ്പ്. മധുരം സൂപ്പർ മധുരമാണ്. പുളി ഒട്ടുമില്ല, നല്ല മധുരമാണ്.
പുറകിൽ വെച്ചിരിക്കുന്ന പംകിൻസാണ്, പംകിൻ പിക്കാണ്. കുട്ടികളെയും കൊണ്ടൊക്കെ ആളുകൾ വന്ന് പംകിൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഹാളോവിൻ സീസൺ വരികയാണ്. ഹാളോവിനും പംകിനും തമ്മിൽ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ജാക്ക് ലാൻറ്റേൺ എന്നൊക്കെ പറയുന്ന ഇവിടെ ഒരു രീതിയുണ്ട്. പംകിൻ തുറന്നിട്ട് അതിനകത്ത് ഒരു ലാമ്പ് വെക്കുന്ന രീതിയൊക്കെ ഉണ്ട്. നമ്മൾ മുന്തിരിത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ മുന്തിരി വള്ളികളാണ്. മുന്തിരി വള്ളികൾ തളിർത്ത് നിൽക്കുകയാണ്, സോളമൻ്റെ ഉത്തമഗീതത്തിലൊക്കെ പറയുന്നത് പോലെ. മുന്തിരി പഴുത്ത് നിൽക്കുന്നത് എങ്ങനെ അറിയാം, എവിടെയാണുള്ളതെന്ന് അറിയാം എന്ന് അവരോട് ചോദിച്ചിട്ട് അവർ പറഞ്ഞു സ്മെല്ലടിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു. മുന്തിരിയുടെ ഒരു വൈനിൻ്റെയൊക്കെ നല്ല സ്മെല്ല് ഇവിടെ ഉണ്ട്. കാരണം മുന്തിരി കൊലകൾ ഇവിടെ പഴുത്ത് കിടക്കുകയാണ്. പച്ച കളർ മുന്തിരിയാണിത്. ഇതുണ്ടോ, പച്ച കളർ മുന്തിരിയാണ്. ഈ ഏരിയയിലെല്ലാം ബ്ലാക്ക് മുന്തിരിയാണ്, കറുത്ത മുന്തിരി. ഇതാണ് വൈൻ്റെ ഏറ്റവും നല്ല മുന്തിരിയാണ്. ഇവർ അതിൻ്റെ ടൈപ്പ് എഴുതി വെച്ചിരിക്കുന്ന കോൺകോർഡ് ഗ്രേപ്സ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നറിയില്ല. ഇതിനെല്ലാം ഇടയിൽ കണ്ടോ കറുത്ത മുന്തിരികൾ നിൽപ്പുണ്ട്. ഇവിടെ മുഴുവൻ മുന്തിരി നിലത്ത് വീണ് കിടക്കുകയാണ്. പക്ഷേ എന്നിട്ടും അവർക്ക് ലാഭമാണ്. അതാണ് ഈ അഗ്രോ ടൂറിസം എന്നുള്ള ഈ പദ്ധതിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. ആപ്പിൾ മൊത്തം നിലത്ത് വീണ് പോകുന്നുണ്ട്, ആളുകൾ പറിച്ച് ഇതിനകത്ത് വെച്ച് തന്നെ കഴിക്കുന്നുണ്ട്. മുന്തിരി കുറേ പഴുത്ത് താഴെ വീണ് പോകുന്നുണ്ട്, പറിക്കുന്നതിനിടയിലൊക്കെ താഴെ വീണ് പോകുന്നുണ്ട്. എങ്കിലും ഇവർക്കിത് ലാഭമാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് പറിക്കുന്നതിനുള്ള ചാർജ്, ലേബർ ചാർജ് അവർ ലാഭിക്കുന്നുണ്ട്. ഇത് പാക്ക് ചെയ്യുന്നതിനുള്ള ചാർജ് അവർ ലാഭിക്കുന്നുണ്ട്. ഇടനിലക്കാരൻ്റെ ചാർജ് അവർ ലാഭിക്കുന്നുണ്ട്. കടകളുടെ കമ്മീഷന്, കടകൾ എടുക്കുന്ന ചാർജ്, അതെല്ലാം അവർ ലാഭിക്കുന്നുണ്ട്. ആളുകൾ ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ കയറി അവർ തന്നെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ ഇടനിലയിൽ വരുന്ന ഈ ചാർജുകൾ മൊത്തം ലാഭിക്കുന്നത് കൊണ്ട് ഇവർക്കിത് ലാഭം തന്നെയാണ്. കേരളത്തിൽ തെങ്ങാണ്, അതുകൊണ്ട് തെങ്ങിൻ കള്ളാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാനീയം എന്ന് പറയുന്നത്. ജപ്പാൻ്റെ സാക്കി എന്ന് പറയുന്ന ഒരു റൈസിൽ നിന്നുണ്ടാക്കുന്ന ഒരു തരം പ്രത്യേകതരം പാനീയമാണ് അവിടുത്തെ നാഷണൽ ബെവറേജ് എന്ന് കേട്ടിട്ടുണ്ട്. മെക്സിക്കോയിലെ ടക്കീല എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ലഹരി പാനീയമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലുമൊക്കെ ഇവനാണ് പ്രധാനപ്പെട്ട ഐറ്റം. ഇവിടെ തണുപ്പ് രാജ്യങ്ങളായതുകൊണ്ട് മുന്തിരി ഒരു പ്രധാനപ്പെട്ട വിളവാണ്. അതുകൊണ്ട് മുന്തിരി വൈനാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം. ഇവിടുത്തെ വിശേഷ ദിവസങ്ങളിലൊക്കെ വൈന് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പാനീയം എന്ന് പറയുന്നത്. അതുപോലെ വിളവെടുപ്പ് നടക്കുന്ന സമയത്ത് സമ്മർ സമയങ്ങളിലൊക്കെ ഇവിടുത്തെ മുന്തിരിത്തോട്ടങ്ങളോട് ചേർന്ന് തന്നെ വൈൻ ടേസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ആളുകൾ വന്നിരുന്ന് പലതരത്തിലുള്ള അവിടെ ഉണ്ടാക്കുന്ന വൈനുകൾ അവിടെ ഇരുന്ന് തന്നെ ടേസ്റ്റ് ചെയ്ത് ആവശ്യമുള്ളത് വാങ്ങി അവിടെ പേ ചെയ്തിട്ട് പോകുന്ന നമ്മുടെ നാട്ടിലെ കള്ള് ഷാപ്പുകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു രീതി ഇവിടെ വ്യാപകമായിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ നട്ടിരിക്കുന്ന കാബേജാണ്, ഇവിടെ നിരനിരയായിട്ട് നട്ടിരിക്കുന്ന കാബേജാണ്. കാബേജ് ചിലയിടത്തൊക്കെ പാകമായിട്ട് നിൽപ്പുണ്ട്, പക്ഷേ നമുക്ക് കാബേജിൻ്റെ വലിയ ആവശ്യമില്ല. ഇതിൻ്റെ പുറകിൽ ഇവിടെ ബ്രോക്കളി, അതേ കളർ തന്നെയാണ്, ഏകദേശമൊക്കെ സെയിമായിട്ട് തോന്നും. പക്ഷേ ഇത് കണ്ടോ, ബ്രോക്കളി ഇവിടെ ചിലയിടത്തൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് വഴുതന ചെടികളാണ്, എഗ് പ്ലാന്റ് ധാരാളം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. മറ്റ് പച്ചക്കറികൾ ഇവിടെ ഉള്ളത് അവിടെ ബീട്രൂട്ടുണ്ട്, സ്പിനച്ചുണ്ട്, റാഡിഷുണ്ട്, കടുകൊക്കെ ഇവിടെയുണ്ട്. മെയിനായിട്ടുള്ളത് ആപ്പിളും മുന്തിരിയൊക്കെയാണ്. പിന്നെ ഇപ്പുറത്ത് നമുക്ക് ബ്രോക്കോളി ഉണ്ട്, സ്വീറ്റ് പെപ്പറുണ്ട്, അതൊക്കെയാണ് ഇപ്പുറത്തുള്ളത്. ഇത് പ്രോഫിറ്റബിളാണ് എന്ന് പറയുന്നതിന് കാരണം അമേരിക്കയിൽ ഈ അഗ്രി ടൂറിസം അല്ലെങ്കിൽ അഗ്രിറ്റൈൻമെൻറ്റ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഒരു വർഷം $950 മില്യൺ ബിസിനസ്സാണ്. അതായത് വില്ലേജുകളിലുള്ള ഇതിൻ്റെ ഫാമിൻ്റെ മുതലാളിമാർ വിളവെടുപ്പിൻ്റെ സമയത്ത് ഇത് സിറ്റീസുകളിലൊക്കെ താമസിക്കുന്നവർക്ക് വന്ന് ഇതിനകത്ത് കയറി ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് പറിച്ചുകൊണ്ട് പോകുന്നതിനുമുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. സിറ്റികളിലൊക്കെ താമസിക്കുന്നവർക്ക്, അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു പാടത്തെത്തി ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക, ഇത് പറിച്ചെടുക്കുക എന്നൊക്കെ പറയുന്ന അവർക്കൊരു എൻ്റർടൈൻമെൻറ്റാണ്. മാത്രമല്ല അവരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിനുള്ള പല പരിപാടികളും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹെയർ റൈഡ് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ ട്രാക്ടറിൻ്റെ പുറകിൽ ഒരു വാഗൺ കെട്ടിയിട്ട് അതിനകത്ത് കച്ചി അടുക്കി വെച്ചിട്ട് അതിന് മുകളിൽ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് കൊണ്ടു നടന്ന് ഈ തോട്ടമൊക്കെ കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതുകൂടാതെ കോൺ മെയ്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഈ ഫീൽഡ് ഒരു പ്രത്യേക ഷേപ്പിൽ അവർ കട്ട് ചെയ്ത് നിർത്തും. അത് മുകളിൽ നിന്ന് നോക്കിയെങ്കിൽ മാത്രമേ അതെന്താണ് ഷേപ്പ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികൾക്കൊക്കെ അത് വളരെ കൗതുകമാണ്. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. പിന്നെ പെറ്റിംഗ് സൂ എന്ന് പറയുന്ന പരിപാടി പല ഫാമിലും കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ വളർത്തു മൃഗങ്ങളെ അവിടെ വളർത്തിയിട്ട് കുട്ടികൾക്ക് വന്ന് അതിന് ഫുഡ് കൊടുക്കുകയും അതിൻ്റെ കൂടെയൊക്കെ കളിക്കുകയും ഒക്കെ ചെയ്യുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വീക്കെൻഡുകളിലൊക്കെ ഇങ്ങനെ ഫാമുകളിൽ വിളവെടുപ്പിൻ്റെ സമയത്ത് നമ്മുടെ നാട്ടിലെ ഗാനമേള എന്നൊക്കെ പറയുന്ന പോലെ മ്യൂസിക് പ്രോഗ്രാമുകൾ അവർ അറേഞ്ച് ചെയ്യും. അത് എൻജോയ് ചെയ്തുകൊണ്ട് അവിടുത്തെ തന്നെ വിനിയാർഡിലുണ്ടാക്കുന്ന വൈന് കഴിച്ചുകൊണ്ട് അത് എൻജോയ് ചെയ്യുന്നതിനും പിന്നെ ആപ്പിൾ പൈയും
പംകിൻ പയ്യും പോലെയുള്ള അവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ അവിടെ തന്നെ വിറ്റഴിക്കും. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഇവിടെ വന്നിരുന്ന് എൻജോയ് ചെയ്തിട്ട് പോകുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലുലു മാളിൽ ആളുകളെ ആകർഷിക്കുന്നത് പോലെ ഇവിടുത്തെ കോർപ്പറേറ്റുകളാണ് ഇവിടുത്തെ കർഷകർ. അവരുടെ ഫാമിലേക്ക് ഈ വിളവെടുപ്പ് സമയത്ത് കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. അങ്ങനെ അവർ ലാഭം കൊയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എന്തിനേയും ഏതിനേയും ഒരു ബിസിനസ് കണ്ണിലൂടെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ കർഷകരുടെ കുടുംബങ്ങൾ തന്നെ, പുതിയ ജനറേഷൻ തന്നെ ഇതിനെ പുതിയ ബ്രാൻഡുകളായിട്ട് ഉയർത്തിയെടുക്കുന്നു. ഇവിടെ പല ഫാമുകൾക്കും അവരുടെ സ്വന്തമായിട്ടുള്ള ബ്രാൻഡുകളുണ്ട് അവരുടെ ഫാമിൻ്റെ പേരിൽ തന്നെ. ആ പ്രോഡക്റ്റുകൾ അവർ കടയിൽ കൊണ്ടുവന്ന് വിറ്റഴിക്കുന്നുമുണ്ട്. ഞങ്ങൾ സാധാരണ ഇവിടെ ആപ്പിൾ പിക്കുന്ന സമയത്ത് ഈ പച്ച ആപ്പിൾ അധികം പഴുക്കുന്നതിന് മുമ്പ് വന്ന് പറിച്ചുകൊണ്ട് പോകുന്ന ഒരു പതിവുണ്ട്. മറ്റൊന്നിനുമല്ല, അച്ചാറിടുന്നതിനാണ്. നല്ലവണ്ണം കൊത്തിയരിഞ്ഞ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് അച്ചാറിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ അച്ചാറിനേക്കാൾ സൂപ്പറാണ് പച്ച ആപ്പിൾ കൊണ്ടുണ്ടാക്കിയ അച്ചാർ. നല്ല ടേസ്റ്റാണ്. ഒരു മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള ആപ്പിൾ പറിച്ചിട്ടുണ്ട്. ഇവിടെ ഈ തോട്ടത്തിനിടയിൽ കൂടെയൊക്കെ ഇവർ യാത്ര ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം വണ്ടികളാണ്, ട്രക്ക് പോലുള്ളതുണ്ട്. പണ്ട് 3 തലമുറകൾക്ക് മുമ്പ് ഇവരുടെ ഗ്രാൻഡ് ഫാദർ ഉപയോഗിച്ചിരുന്ന കാർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഫാമിലി താമസിക്കുന്ന ഇതിനടുത്ത് തന്നെയാണ്. അവർ താമസിക്കുന്ന വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് അവർ ഫാമായിട്ട് മാറ്റിയേക്കുന്നത്. ഇനി നമ്മൾ പറിച്ചതെല്ലാം ഇതിനകത്ത് കയറി ഇതിൻ്റെ വെയിറ്റ് നോക്കി പേ ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. To the same group. നമുക്ക് ഈ ആപ്പിളും മുന്തിരിങ്ങയും പിന്നെ കുറച്ച് പച്ചക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഒരു $46. അമേരിക്ക പോലെയുള്ള സമ്പന്ന രാഷ്ട്രങ്ങളെക്കാൾ വളരെ സമ്പന്നവും സമ്പുഷ്ടവുമാണ് നമ്മുടെ നാട്ടിലെ കലകളും സംസ്കാരങ്ങളുമൊക്കെ. അതിൽ പലതും കൃഷിയുമായും വിളവെടുപ്പുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട് ഉടലെടുത്തതും നിലനിന്ന് പോരുന്നതുമൊക്കെയാണ്. തെയ്യവും തിറയും കൊയ്ത്തുപാട്ടുകളും നാടൻ പാട്ടുകളും കൊയ്ത്തുത്സവങ്ങളും ഗ്രാമീണ മേളകളുമൊക്കെ കർഷകന് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള വേദികൾ കൂടിയാകണം. 3-4 സെൻറ്റിനകത്തെ കിളിക്കൂടിനുള്ളിൽ കഴിയുന്ന ന്യൂക്ലിയർ ഫാമിലികൾക്കും കുട്ടികൾക്കും ഒരു ദിവസമെങ്കിലും കർഷകനുമായും മണ്ണുമായും സംവദിക്കുന്നതിനുള്ള അവസരങ്ങൾ കൂടിയാകണം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നങ്ങളല്ലേ. പക്ഷേ റോക്കറ്റ് സയൻസ് പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇത് പല സ്ഥലത്തും നടത്തി വിജയിപ്പിച്ചിരിക്കുന്ന ഒരു മാതൃക തന്നെയാണ്. പക്ഷേ നേതൃത്വത്തിൻ്റെ ആത്മാർത്ഥമായ കഠിനമായ ഒരു പരിശ്രമം ഇതിന് ആവശ്യമുണ്ട്. ഇന്നത്തെ പരിസ്ഥിതിയിൽ വർഗീയത കൊണ്ടും സ്വജനപക്ഷപാതം കൊണ്ടും വാഗ്ദാനങ്ങൾ കൊണ്ടും മാത്രം വോട്ട് കിട്ടി ജയിക്കാമെന്നിരിക്കെ എന്തിനാണ് വെറുതെ ആത്മാർത്ഥമായ കഠിനമായ ഇത്തരം പരിശ്രമങ്ങൾ? നമ്മുടെ കുട്ടികൾ തൽക്കാലം മരുഭൂമിയിൽ വിളവറക്കട്ടെ. അതല്ലേ ഹീറോയിസം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ ബൈ.